നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 100% സാക്ഷരത, ഉയർന്ന ജീവിത നിലവാരം, പ്രകൃതി ഭംഗി. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കേരളം ഒരു സ്വർഗമാണ്. എന്നാൽ ഈ ബാഹ്യമായ ശാന്തതയ്ക്ക് പിന്നിൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ ചില മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വശത്ത് സാംസ്കാരികമായ മൂല്യച്യുതിയും ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ കടന്നാക്രമണങ്ങളും, മറുവശത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളും തീവ്ര ചിന്താഗതികളുടെ നിശബ്ദമായ വളർച്ചയും. ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് പലരും ഒരു ചോദ്യം ഉന്നയിക്കുന്നത്: കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘ് അഥവാ RSS എന്തുകൊണ്ടാണ് ആവശ്യം എന്നുള്ളത്. ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, വരും തലമുറകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന 4 കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെയും എൻ്റെയും നാളെയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തനിമ നിലനിൽക്കുന്നത് ഇവിടുത്തെ പുരാതനമായ സനാതന ധർമ്മ വിശ്വാസങ്ങളിലാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഏത് വിഭാഗമാണ്? സെക്യുലറിസം അല്ലെങ്കിൽ പുരോഗമനം എന്ന വ്യാജേന ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ ഇവിടെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് മതങ്ങളിലെ ആചാരങ്ങളെ തൊടാൻ മടിക്കുന്നവർ ഹൈന്ദവ വിശ്വാസങ്ങളെ അന്ധവിശ്വാസമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഇവിടെയാണ് RSS ഒരു സാംസ്കാരിക കവചമായി മാറുന്നത്. ഭിന്നിച്ചു നിന്നിരുന്ന ഹൈന്ദവ സമൂഹത്തെ ജാതിഭേദ്യമന്യേ ഒന്നിപ്പിച്ചത് സംഘത്തിൻ്റെ ആശയങ്ങളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്താകട്ടെ, അല്ലെങ്കിൽ പ്രാദേശികമായി ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലാകട്ടെ, സാധാരണക്കാരന് ശബ്ദമുയർത്താൻ ധൈര്യം നൽകുന്നത് RSSൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. സംഘം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഹൈന്ദവ പൈതൃകം എന്നോ വിസ്മൃതിയിലാണ്ടുപോയേനെ. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ പിടിച്ചുലച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടു. പല സംഘടനകളും ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു പരസ്യം ആഗ്രഹിക്കാതെ ജീവൻ പണയപ്പെടുത്തി ദുരന്തമുഖങ്ങളിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആരായിരുന്നു? RSSൻ്റെ സേവന വിഭാഗമായ സേവാഭാരതിയായിരുന്നു. ഇതൊരു തർക്കമില്ലാത്ത വസ്തുതയാണ്. പ്രളയകാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാനും, കോവിഡ് മഹാമാരിയുടെ സമയത്ത് അനാഥമായ മൃതദേഹങ്ങൾ ജാതിയും മതവും നോക്കാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് സംസ്കരിക്കാനും സേവാഭാരതിയുടെ സ്വയംസേവകർ കാണിച്ച മാതൃക സമാനതകളില്ലാത്തതാണ്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം പല മാധ്യമങ്ങളും ഇത് മുക്കിയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഈ സത്യമുണ്ട്: ഒരു നാടിന് ആവശ്യം പ്രസംഗിക്കുന്നവരെയല്ല, ഇതുപോലെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്ന അച്ചടക്കമുള്ള മനുഷ്യരെയാണ്. കേരളത്തിലെ ഇന്നത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികളെ ശ്രദ്ധിക്കുക. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ ഇവർ മത്സരിക്കുകയാണ്. ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ വിരുദ്ധ ചിന്താഗതികളും തീവ്രവാദ ഗ്രൂപ്പുകളും കേരളത്തിൽ വേരൂന്നുന്നു എന്ന് കേന്ദ്ര ഏജൻസികൾ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനസംഖ്യാപരമായ വലിയ അസന്തുലിതാവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ പ്രകടന അന്തരീക്ഷത്തിൽ
രാഷ്ട്രം ഒന്നാമത്, നേഷൻ ഫസ്റ്റ് എന്ന ശക്തമായ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കാൻ RSS ആവശ്യമാണ്. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയും അതിർത്തി കടന്നുള്ള അജണ്ടകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരേയൊരു ശക്തി സംഘമാണ്. കേരളം മറ്റൊരു കാശ്മീരോ പശ്ചിമ ബംഗാളോ ആകാതിരിക്കണമെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ സന്തുലിതാവസ്ഥ നിലനിൽക്കണം. അതിന് RSSന്റെ കരുത്ത് കൂടിയേ തീരൂ. ഇന്നത്തെ കേരളത്തിലെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയവും. യുവാക്കളുടെ ഊർജം തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ ഇവിടെ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെയാണ് RSS ശാഖകളുടെ പ്രസക്തി. ശാഖകൾ കേവലം കായിക പരിശീലന കേന്ദ്രങ്ങളല്ല, അവ വ്യക്തിത്വ വികസന കേന്ദ്രങ്ങളാണ്. ചെറുപ്പം മുതലേ കുട്ടികളിൽ അച്ചടക്കം, മാതൃരാജ്യത്തോടുള്ള സ്നേഹം, മുതിർന്നവരോടുള്ള ആദരവ്, ശാരീരിക മാനസിക ആരോഗ്യം എന്നിവ വളർത്തിയെടുക്കാൻ ശാഖാ സംസ്കാരത്തിന് സാധിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയെ ധാർമ്മികതയുടെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഈ സംസ്കാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ചില നിക്ഷിപ്ത താൽപര്യക്കാരായ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചിത്രീകരിക്കുന്നത് പോലെയല്ല RSS. ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും സ്വയം സമർപ്പിച്ച ലക്ഷക്കണക്കിന് സ്വയംസേവകരുടെ കൂട്ടായ്മയാണിത്. കേരളം അതിൻ്റെ തനിമയോടെ സമാധാനമായി നിലനിൽക്കണമെങ്കിൽ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ, ഭാരതത്തിൻ്റെ ദേശീയധാരയിൽ നിന്ന് ഈ പ്രദേശം അകന്നു പോകാതിരിക്കണമെങ്കിൽ കേരളത്തിൽ RSS എന്നത്തേക്കാളും ആവശ്യമാണ് ഇന്ന്. ഈ വസ്തുതകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.